ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൻ്റെ ഹോസ്പിറ്റലിന് അപ്പുറത്തെ ഒരു സൈഡാണ് കേട്ടോ ഇത്. ഇതിനകത്ത് ശരിക്കും ഈ വീഡിയോയിൽ എടുക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ നേരിട്ട് കാണുന്ന ഒരു എഫക്റ്റ് ഇതിൻ്റെ അകത്തില്ല കേട്ടോ. അത്രത്തോളം ഭയങ്കര റഫാണ് സീ. അതുപോലെ ഈ തെങ്ങിൻ്റെ ഓലകളൊക്കെ നിങ്ങൾ നോക്കിയേ, കാറ്റിൻ്റെ ശക്തി ഭയങ്കരമാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈമിൽ നമ്മുടെ ട്രിപ്പുകളെല്ലാം ക്യാൻസലാക്കും കേട്ടോ. അതായത് നമ്മൾ ഒരു ബോട്ട് പോലും ഇതുവഴി പോവില്ല, നമ്മുടെ ഫെറി പോകത്തില്ല, അതുപോലെ ചെറിയ ലോഞ്ചുകൾ പോവില്ല, ചരക്ക് കൊണ്ടുവരുന്ന ബോട്ട് പോകില്ല, ഒന്നും കൊണ്ടുവരില്ല കേട്ടോ. ശരിക്കും ഇവിടെയൊക്കെ കാമായിട്ട് കിടക്കുന്ന ഒരു പ്ലേസാണ്, നമുക്ക് ഇറങ്ങി നടക്കാവുന്നത്. പക്ഷെ ഇവിടെയൊക്കെ ഇതുപോലെ തിരമാലയൊക്കെ ഇങ്ങനെ റഫിൻ്റെ ടൈമിൽ മാത്രമേ വരുള്ളൂ കേട്ടോ. അല്ലാതെ തിരമാല എന്നുള്ള ഏരിയ അല്ല ഇത്, നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്ന ഏരിയയാണ്. അപ്പോൾ നമുക്ക് കടലിനുള്ളിൽ ഒരു ചാനൽ എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, കുറച്ച് പേർക്ക് അറിയത്തില്ലാത്തവർക്കായിട്ട് പറയുകയാണേ. നമ്മുടെ റോഡിലൊക്കെ ഉള്ള ഹമ്പില്ലേ, അതുപോലെ തന്നെ കടലിനുള്ളിൽ ഒരു നാച്ചുറലി ഉള്ള ഒരു തട്ട് പോലെ, ഒരു ഹമ്പ് പോലെ ഒരു സംഭവമുണ്ട്. അത് ഈ തിരമാല പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് വിൻഡുള്ള ടൈമിലും അല്ലാത്ത ടൈമിലും ഒക്കെ കടലിലുള്ളതാണ് കേട്ടോ. അത് നമുക്ക് ബോട്ടിൽ പോകുമ്പോൾ നമുക്ക് ചില ടൈമിൽ അതൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ സെയിം തന്നെയാണ് ഇതും. ഇപ്പോൾ ഈ ഒരു ടൈമിൽ തിരമാല ബോട്ട് നന്നായിട്ട് ഉയരത്തിലോട്ട് പൊങ്ങി നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പോകുന്ന ഒരു ഫീലിംഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ടാവും, വോമിറ്റിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും, ബാക്ക് പെയിന്. അപ്പോൾ അതുകൊണ്ട് റഫായ ടൈമിൽ ബോട്ട് യാത്ര എല്ലാവരും അവോയ്ഡ് ചെയ്യും. അവോയ്ഡ് ചെയ്യുന്ന തന്നെയല്ല, ബോട്ട് സർവീസേ ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് റഫാവുന്ന ഒരു ടൈമിൽ സീൻ്റെ ഒരു കണ്ടീഷൻ. അപ്പോൾ ജസ്റ്റ് നിങ്ങളിതൊന്ന് കാണിച്ചു തരാനാണ് കേട്ടോ ഞാൻ വിളിച്ചത്. ഇവിടെയൊന്നും തിരമാലയൊന്നും ഇല്ലാത്ത ഏരിയയാണ്, കാമായിട്ട് കിടക്കുന്ന ഏരിയയാണ്. പക്ഷേ ഇവിടെയൊക്കെ ഇപ്പോൾ ഭയങ്കര റഫാണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.